കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ വരുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കാറിൽ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ബാംഗ്ലൂരിൽ ഇപ്പോൾ ധാരാളം ഫ്ലൈ ഓവറുകളും ഓവർ ബ്രിഡ്ജുകളും ഉള്ളതുകൊണ്ട് ട്രാഫിക് ബ്ലോക്ക് കുറവാണ്. എങ്കിലും പുറമേ നിന്ന് വരുന്നവർക്കും പരിചയമില്ലാത്തവർക്കും ബാംഗ്ലൂരിൽ കൂടി കാർ ഓടിച്ചു പോകുക വലിയ പ്രയാസമായിരിക്കും. വമ്പിച്ച സമയനഷ്ടവും പെട്രോൾ നഷ്ടവും ബാംഗ്ലൂരിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തീവണ്ടിയിൽ വരുന്നതാണ് ഏറ്റവും കംഫർട്ടബിളായ മാർഗം. ഏറ്റവും ചെലവ് ചുരുങ്ങിയ യാത്രാരീതിയും തീവണ്ടിയിൽ തന്നെയാണ്. സുഖമായി കിടന്നുറങ്ങി രാവിലെ ആകുമ്പോഴേക്കും നിങ്ങളുടെ വണ്ടി ബാംഗ്ലൂരിൽ എത്തിച്ചേരുന്നു. കൊച്ചി ഭാഗത്തു നിന്ന് വരുന്നവർ KSR സിറ്റി റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മെജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിച്ചേരുക. കോഴിക്കോട് കണ്ണൂർ ഭാഗത്തു നിന്നും വരുന്നവർ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിച്ചേരുക. ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് KSR റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ 10 പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇവിടെ വണ്ടി ഇറങ്ങിയാൽ KSRTC ബസ്സിൽ അടുത്തുള്ള പട്ടണങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ എളുപ്പമുണ്ട്. അതിനു പുറമെ അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു വലിയ സിറ്റി ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട്. നഗരത്തിനുള്ളിൽ യാത്ര ചെയ്യുവാൻ സിറ്റി ബസ് സ്റ്റാൻഡ് വളരെ സഹായകരമാണ്. അതിനു പുറമെ ബാംഗ്ലൂരിലെ മെട്രോ സംവിധാനം അതിൻ്റെ ന്യൂക്ലിയസായി മെജസ്റ്റിക് മെട്രോ സ്റ്റേഷനെയാണ് ആശ്രയിക്കുന്നത്. 5,20,000 സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ മെട്രോ സ്റ്റേഷനാണ് മെജസ്റ്റിക്കിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ സ്റ്റേഷനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ബാംഗ്ലൂരിൻ്റെ മിക്കവാറും എല്ലാ ഭാഗത്തേക്കും വളരെ വേഗത്തിൽ മെട്രോയിൽ എത്തിച്ചേരാൻ പറ്റും. KSR റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെട്രോയിലേക്കും ബസ് സ്റ്റാൻഡിലേക്കും സിറ്റി ബസ് സ്റ്റാൻഡിലേക്കും ഇടനാഴികളുണ്ട്. അതുകൊണ്ട് ഓട്ടോറിക്ഷയെ ആശ്രയിക്കാതെ നേരിട്ട് തന്നെ എത്തിച്ചേരാൻ പറ്റും. ഒറ്റ ദിവസത്തേക്ക് ബാംഗ്ലൂരിൽ വരുന്നവർ 1ാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള ക്ലോക്ക് റൂമിൽ ലഗേജ് വെച്ച് കൈവീശി സുഖമായി നടന്നു പോകാം. ഈ ക്ലോക്ക് റൂം പ്രൈവറ്റൈസ് ചെയ്തതുകൊണ്ട് പെട്ടിക്ക് പൂട്ടുണ്ടായിരിക്കണമെന്ന് അവർ വാശി പിടിക്കുക ചെയ്യാറില്ല. റെയിൽവേ സ്റ്റേഷനുള്ളിൽ ധാരാളം എസ്കലേറ്ററുകളും ലിഫ്റ്റുകളും ഉള്ളതുകൊണ്ട് പ്രായമുള്ളവർക്ക് എളുപ്പത്തിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിനും 10ാമത്തെ പ്ലാറ്റ്ഫോമിനും ഇടയിൽ എത്തിച്ചേരാൻ പറ്റുന്നു. ചെറിയ ബാറ്ററി വണ്ടികൾ കേരളത്തിലെ പോലെ ഇവിടെയുമുണ്ട്. കേരളത്തിൽ അവ റെയിൽവേ ഓടിക്കുന്നത് കൊണ്ട് എപ്പോഴും ലഭ്യമാവണമെന്നില്ല. എന്നാൽ ബാംഗ്ലൂരിൽ അവ പ്രൈവറ്റ് കമ്പനികൾ ഓടിക്കുന്നത് കൊണ്ട് 20 രൂപ കൊടുത്താൽ 10ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് 1ാമത്തെ പ്ലാറ്റ്ഫോമിലെത്താൻ എളുപ്പമുണ്ട്. കൂടുതൽ ലഗേജ് ഉള്ളവർക്ക് ഈ ബഗ്ഗി ട്രാവൽ സിസ്റ്റം വളരെ സൗകര്യപ്രദമാണ്. KSR റെയിൽവേ സ്റ്റേഷനിൽ ഒരു IRCTC ക്യാൻറ്റീനുണ്ട്. 100 രൂപ കൊടുത്താൽ ഇവിടെ മികച്ച വെജിറ്റേറിയൻ ലഞ്ച് ലഭിക്കുന്നു. അതുപോലെ KSR റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസിൽ ഒരു ചെറിയ ടൗൺഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റുകളും ചെറിയ കടകളും ഇവിടെ ധാരാളമുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു എയർ കണ്ടീഷൻ ലോഞ്ചുണ്ട്. 1 മണിക്കൂറിന് 10 രൂപ വെച്ച് ഇവിടെ വിശ്രമിക്കുവാൻ സൗകര്യമുണ്ട്. ചിലവ് ചുരുങ്ങിയ ലോഡ്ജുകൾ അന്വേഷിക്കുന്നവർക്ക് മെജസ്റ്റിക് മെട്രോ സ്റ്റേഷൻ്റെ എതിർവശത്ത് ഇടത്തോട്ട് നോക്കിയാൽ KFC റെസ്റ്റോറൻറ്റും ശ്രീകൃഷ്ണ വൈഭവ റെസ്റ്റോറൻറ്റും കാണാൻ പറ്റും. ഈ ഏരിയയിൽ ധാരാളം ലോഡ്ജുകൾ 1000 രൂപയിൽ താഴെ നിരക്കിൽ ലഭിക്കുന്നതാണ്. ശ്രീകൃഷ്ണ വൈഭവ റെസ്റ്റോറൻറ്റിൻ്റെ വലതുഭാഗത്ത് ഒരു ഇടുങ്ങിയ റോഡ് പുറപ്പെടുന്നുണ്ട്. കോട്ടൺ പീറ്റ് മെയിൻ റോഡ് എന്നാണ് ഈ റോഡിൻ്റെ പേര്. ഈ റോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ധാരാളം ലോഡ്ജുകളുണ്ട്. 100ഓളം ലോഡ്ജുകൾ ഉള്ളതുകൊണ്ട് കസ്റ്റമേഴ്സിന് കിട്ടാൻ വേണ്ടി നല്ല കോമ്പറ്റീഷനാണ്. അതുകൊണ്ട് പരമാവധി ചെലവ് ചുരുങ്ങിയ ഹോട്ടൽ മുറികൾ ബാംഗ്ലൂരിൽ ഇവിടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ റോഡിൻ്റെ തുടക്കത്തിൽ നവീൻ ഹോട്ടൽ 550 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. അതുപോലെ ഗജനാന ലോഡ്ജിൽ 550 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. ശ്രീ ലോഡ്ജിൽ 500 രൂപ നിരക്കിൽ മുറികൾ കൊടുക്കുന്നു. അതുപോലെ മഞ്ജുനാഥ് പാരഡൈസ് ലോഡ്ജിൽ 700 രൂപ നിരക്കിൽ മുറികൾ കൊടുക്കുന്നു. മെജസ്റ്റിക് ഏരിയയിൽ ധാരാളം യാത്രാ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും പുതുതായി വരുന്നവർക്ക് ഭക്ഷണം കഴിക്കുവാനും ഷോപ്പിംഗ് നടത്തുവാനും ചെറിയൊരു അസൗകര്യം അനുഭവപ്പെടും. അതിനു കാരണം ഇവിടെ 3 ബസ് സ്റ്റാൻഡുകളും 2 റെയിൽവേ സ്റ്റേഷനുകളും ഉള്ളതുകൊണ്ട് മിക്കവാറും സ്ഥലങ്ങളൊക്കെ ഇത്തരം സ്ഥാപനങ്ങൾ കൈയടക്കിയതുകൊണ്ടാണ്. കുറെ കൂടി കംഫർട്ടബിളായി കാര്യങ്ങൾ അനുഭവപ്പെടണമെങ്കിൽ യശ്വന്ത്പൂർ ഏരിയയാണ് ആദ്യമായി വരുന്നവർക്ക് നല്ലത്. മെജസ്റ്റിക് മെട്രോ സ്റ്റേഷനിൽ നിന്നും മെട്രോയിൽ യശ്വന്ത്പൂരിലേക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഏകദേശം അരമണിക്കൂർ സമയം മതി. മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ വേഗതയിൽ സുഖപ്രദമായി എത്തിച്ചേരാൻ പറ്റുന്നു. എങ്കിലും കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മെട്രോ ഒരു നല്ല മീഡിയമല്ല. മെട്രോയിൽ പോകുമ്പോൾ എപ്പോഴും മതിലുകൾ മാത്രമേ കാണുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് യശ്വന്ത്പൂരിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ വഴിയിലുള്ള ലുലു മാളും
മറ്റ് ലാൻഡ്മാർക്സും ശ്രദ്ധിക്കുവാൻ പറ്റും. മെട്രോയേക്കാൾ ബസ് ചാർജ് അല്പം കുറവുമാണ്. യശ്വന്ത്പൂരിൽ മെട്രോയിൽ പോവുകയാണെങ്കിൽ 6ാമത്തെ പ്ലാറ്റ്ഫോമിനടുത്താണ് മെട്രോ സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വിശ്രമിക്കുവാനുള്ള എയർ കണ്ടീഷൻ ലോഞ്ചുമുണ്ട്. ഭക്ഷണവും ഈ ലോഞ്ചിൽ കൊടുക്കുന്നുണ്ട്. പുഴുങ്ങലരിച്ചോറ് തന്നെ നിർബന്ധമുള്ളവർ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ അടുത്തേക്ക് ഓട്ടോറിക്ഷയിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കനറ ബാങ്കിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ മതി. 1 കിലോമീറ്റർ ദൂരമുണ്ട്. നടന്നു പോവുകയാണെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓട്ടോറിക്ഷക്കാർ 60 രൂപയൊക്കെ ചാർജ് ചെയ്യും. ഈ ബാങ്കുകളുടെ അടുത്ത് ഒരു കേരള റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നല്ല ചോറും പപ്പടവും സാമ്പാറും മീൻകറിയും മീൻ പൊരിച്ചതും എല്ലാം കിട്ടും. 100 രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. കേരള റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു തിരുവനന്തപുരം സ്വദേശി ഒരു ലോഡ്ജ് നടത്തുന്നുണ്ട്. ബെസ്റ്റ് റൂംസ് എന്നാണ് ഈ ലോഡ്ജിൻ്റെ പേര്. 700 രൂപയാണ് മുറി വാടക. കേരള റെസ്റ്റോറൻറ്റിൻ്റെ എതിർഭാഗത്ത് പൈപ്പ് ലൈൻ റോഡിൽ 700 രൂപയ്ക്ക് അതിനേക്കാൾ മികച്ച മുറികൾ ലഭിക്കും. ബാലാജി റെസിഡൻസി എന്നാണ് ഈ ലോഡ്ജിൻ്റെ പേര്. 200 മീറ്റർ നടക്കേണ്ടി വരും. RTOയുടെ പുറകുവശം എന്ന് ചോദിച്ചാൽ മതി. അതുപോലെ ഈ ഏരിയയിൽ ബാംഗ്ലൂർ റെസിഡൻസി റെയിൽവേ സ്റ്റേഷന് നേരെ എതിർഭാഗത്താണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ നേരെ എതിർഭാഗത്താണ്. 1200 രൂപ കൊടുക്കേണ്ടി വരും. ലിഫ്റ്റ് സൗകര്യമുണ്ട്. അതുപോലെ കേരള റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് മിഡിൽ ഈസ്റ്റ് റെസിഡൻസി മികച്ച അക്കോമഡേഷൻ നൽകുന്നു. രാജാജി നഗർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരെ ഓറിയോൺ മാൾ മികച്ച ഷോപ്പിംഗ് അനുഭവം നൽകുന്നു. നല്ല ആംബിയൻസ് ഉള്ള ഈ സൂപ്പർ മാർക്കറ്റിൽ ധാരാളം ബ്രാൻഡുകൾ ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട്. മികച്ച ഒരു ഫുഡ് കോർട്ടും ഇവിടെയുണ്ട്. ബാംഗ്ലൂർ നഗരത്തിൻ്റെ യഥാർത്ഥ പ്രതാപം കാണണമെങ്കിൽ ഹെബ്ബാളിൽ പോകണം. ദുബായ് സ്റ്റൈലിൽ ഒരു ഫ്ലൈ ഓവർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. 20 വർഷം മുമ്പ് ഈ ഫ്ലൈ ഓവർ ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യയുടെ അഭിമാനമായി മാറി. ധാരാളം ലൂപ്പുകളും ഓക്സിലറി ഓവർ ബ്രിഡ്ജുകളും ഉള്ള ഈ വലിയ ഓവർ ബ്രിഡ്ജ് കോംപ്ലക്സിന് മൊത്തം 5 കിലോമീറ്റർ നീളമുണ്ട്. ഗാമൺ ഇന്ത്യ എന്ന ബഹുരാഷ്ട്ര കമ്പനിയാണ് ഈ വലിയ പ്രൊജക്റ്റ് പൂർത്തിയാക്കിയത്. ബാംഗ്ലൂർ നഗരം മുഴുവൻ കാണാൻ ഒരു ദിവസം മുഴുവൻ നീക്കിവെക്കാൻ സമയമുള്ളവർക്ക് 70 രൂപയുടെ ബസ് പാസ് എടുത്താൽ കുറെ കൂടി സൗകര്യപ്രദമായി കാഴ്ചകൾ കാണുവാൻ പറ്റും. കാണുന്ന ബസ്സുകളിലൊക്കെ കയറുകയും ടിക്കറ്റ് എടുക്കാതെ തോന്നിയ സ്ഥലത്ത് ഇറങ്ങുകയും ചെയ്യാം. അതാണ് ബസ് പാസ് എടുത്താലുള്ള ഗുണം. ഒരു ദിവസം ഏകദേശം 500 രൂപയുടെ യാത്ര നിങ്ങൾക്ക് 70 രൂപ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റും. എന്നാൽ മെട്രോയിൽ ഡെയിലി പാസ് എടുത്താൽ ഒന്നും കാണാൻ പറ്റുകയില്ല. ചെലവ് ചുരുങ്ങിയ ലോഡ്ജുകൾ ലഭിക്കുന്ന മറ്റൊരു പ്രദേശമാണ് KRS റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഉപ്പാർപെറ്റ് പോലീസ് സ്റ്റേഷൻ ഏരിയ. ഇവിടെ മസ്താൻ ദർഗ എന്ന പേരിൽ ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമുണ്ട്. ഈ ദർഗയുടെ ചുറ്റുഭാഗത്തുമായി ധാരാളം ലോഡ്ജുകൾ ചുരുങ്ങിയ ചെലവിൽ മുറികൾ കൊടുക്കുന്നു. വർദ്ധമാൻ പാരഡൈസ് ലോഡ്ജിൽ 1200 രൂപയും നാഗ റെസിഡൻസിയിൽ 1000 രൂപയും ചാർജ് ചെയ്യുന്നു. തീവണ്ടിയിൽ പെട്ടെന്ന് തിരിച്ചു വരുന്ന ആളുകൾക്ക് റെയിൽവേ സ്റ്റേഷനുള്ളിൽ തന്നെ താമസിക്കാം. റിട്ടയറിംഗ് റൂം എന്ന പേരിൽ അറിയപ്പെടുന്ന റെയിൽവേയുടെ ലോഡ്ജ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. 400 രൂപയ്ക്ക് 12 മണിക്കൂർ താമസിക്കാൻ പറ്റും. ഒരു മാസം ബാംഗ്ലൂർ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് PG എന്ന പേരിൽ അറിയപ്പെടുന്ന പേയിങ് ഗസ്റ്റ് അക്കോമഡേഷൻ ആണ് നല്ലത്. 7000 രൂപ കൊടുത്താൽ ഒരു ഡോർമെറ്ററി ബെഡും 3 നേരം ഭക്ഷണവും ലഭിക്കും. സിംഗിൾ റൂം വേണ്ടവർക്ക് 15000 രൂപ കൊടുക്കേണ്ടി വരും. PGകളിൽ താമസിക്കുമ്പോൾ സൗജന്യ വൈഫൈ സേവനവും ചൂടുവെള്ളവും നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണവും ലഭിക്കും. എന്ന് മാത്രമല്ല, 1 മാസത്തെ വാടക മാത്രമേ അഡ്വാൻസായി ആവശ്യപ്പെടുകയുള്ളൂ. ഫാമിലിയായി താമസിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീട് വാടകയ്ക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ 1 മാസത്തെ അഡ്വാൻസ് കൊടുത്താൽ മതിയാകില്ല. 11 മാസത്തെ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. കേരളത്തിൽ ഒരു വാടക വീട് കണ്ടുപിടിക്കാൻ 2 മാസത്തെ പണിയുണ്ട്. കാരണം വാടക വീടുകൾ കുറവും ആവശ്യക്കാർ കൂടുതലുമാണ്. എന്നാൽ ബാംഗ്ലൂരിൽ വാടക വീടുകൾ കൂടുതലും ആവശ്യക്കാർ കുറവുമാണ്. അത്രയധികം കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. എന്നാൽ അതിന് തക്കതായ ഡിമാൻഡ് ഇവിടെയില്ല. അതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാടക വീട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒറ്റ ബെഡ്റൂമുള്ള അപ്പാർട്ട്മെൻറ്റിന് 20000 രൂപ കൊടുത്താൽ മതി. 2 ബെഡ്റൂമുള്ള അപ്പാർട്ട്മെൻറ്റിന് 30000 രൂപ കൊടുക്കേണ്ടി വരും. ടൗണിൽ നിന്ന് 1 മണിക്കൂർ ദൂരെ താമസിക്കുകയാണെങ്കിൽ അല്പം ചുരുങ്ങിയ വാടകയ്ക്ക് വീടുകൾ ലഭിക്കും. ആൺകുട്ടികളുടെ പേയിങ് ഗസ്റ്റ് അക്കോമഡേഷനേക്കാൾ ചുരുങ്ങിയ നിരക്കിൽ പെൺകുട്ടികൾക്ക് പേയിങ് അക്കോമഡേഷൻ ലഭിക്കും. അതിന് കാരണം പെൺകുട്ടികൾ കുറച്ച് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ്.
ആൺകുട്ടികൾക്ക് 7,000 രൂപയാണെങ്കിൽ പെൺകുട്ടികൾക്ക് 5,500 രൂപക്കും അക്കോമഡേഷൻ ലഭിക്കും. ബാംഗ്ലൂരിൽ മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ 2 ലൈനുകളുണ്ട് എന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. പർപ്പിൾ ലൈൻ എന്ന പ്രധാന റൂട്ട് വൈറ്റ്ഫീൽഡ്, ഇന്ദിരാനഗർ, MG റോഡ്, കബ്ബൺ പാർക്ക്, അസംബ്ലി ബിൽഡിംഗ്, റെയിൽവേ സ്റ്റേഷൻ, യൂണിവേഴ്സിറ്റി, കെങ്കേരി എന്നീ പ്രദേശങ്ങളിൽ എത്തിച്ചേരുന്നു. കേരളത്തിൽ നിന്ന് വരുന്ന യാത്രക്കാർ കെങ്കേരി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി യാത്രയുടെ അവസാന ഭാഗം മെട്രോയിലാണ് പൂർത്തിയാക്കുന്നത്. അങ്ങനെയാണ് അവർ ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടുന്നത്. എങ്കിലും ബാംഗ്ലൂരിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ മെജസ്റ്റിക് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുകയും മെട്രോ മാറിക്കയറുകയും വേണം. മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്ന മെട്രോ ലൈനിനെ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നു. യശ്വന്ത്പൂർ, മല്ലേശ്വരം, KR മാർക്കറ്റ്, ലാൽബാഗ്, JP നഗർ എന്നീ പ്രദേശങ്ങളിലേക്ക് ഗ്രീൻ ലൈനിലാണ് യാത്ര ചെയ്യുക. ബാംഗ്ലൂരിലെ ഏറ്റവും മികച്ച ഏരിയ ജയനഗറായി കണക്കാക്കപ്പെടുന്നു. ധാരാളം മരങ്ങളും തണലുമുള്ള ജയനഗർ ഒരു ഹൈ ക്ലാസ് ഏരിയയായി പേരെടുത്തിട്ടുണ്ട്. വീതിയുള്ള ഫുട്പാത്തുകളും മികച്ച ബൂട്ടിക് ഷോപ്പുകളും സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളും ജയനഗറിന് ഒരു യൂറോപ്യൻ അനുഭവം നൽകുന്നുണ്ട്. പണ്ടുകാലത്ത് കർണാടകക്കാരെ മാത്രമേ ഇവിടെയുള്ള കെട്ടിടങ്ങളിൽ താമസിക്കാൻ അനുവദിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഉറുദു സംസാരിക്കുന്ന മുസ്ലിങ്ങളും ഇവിടെ ധാരാളമായി എത്തിയിട്ടുണ്ട്. അല്ലലും അലട്ടുമില്ലാതെ അല്പസമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ലാൽബാഗ് ഗാർഡനിൽ പോകാവുന്നതാണ്. മെട്രോയിൽ കയറി ലാൽബാഗ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ 200 മീറ്റർ മുന്നോട്ട് നടക്കുമ്പോൾ ലാൽബാഗ് പൂന്തോട്ടത്തിൻ്റെ വെസ്റ്റ് ഗേറ്റ് കാണാൻ പറ്റും. നല്ല ഭക്ഷണം കഴിക്കുവാൻ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റുമുണ്ട്. കമ്മത്ത് റെസ്റ്റോറൻറ്റിൽ വടക്ക് വില കൂടുതലാണെങ്കിലും ക്വാളിറ്റിയും കൂടുതലാണ്. ഇഡ്ഡലി അതിനേക്കാൾ നല്ല രുചികരമായ രീതിയിലാണ് അവർ തയ്യാറാക്കുന്നത്. സാമ്പാറിനാണ് ടേസ്റ്റ് കൂടുതൽ. കുറെ കൂടി ചെലവ് ചുരുങ്ങിയ ഫ്ലാറ്റുകൾ ലഭിക്കാൻ പറ്റിയ സ്ഥലം മല്ലേശ്വരമാണ്. കാരണം ഇവിടെയുള്ള ഫ്ലാറ്റുകളൊക്കെ പഴയ കൺസ്ട്രക്ഷനാണ്. പഴയ ഇലക്ട്രിക്കൽ ഫിറ്റിങ്ങുകളും പഴയ പ്ലംബിങ്ങും ആയതുകൊണ്ട് അല്പം വാടക കുറച്ച് കൊടുക്കുവാൻ മല്ലേശ്വരത്തുള്ള ബിൽഡിംഗ് ഉടമകൾ തയ്യാറാവുന്നുണ്ട്. എന്നാൽ നഗരത്തിൻ്റെ ഒത്ത മധ്യത്തിലാണ് മല്ലേശ്വരം എന്നുള്ളതുകൊണ്ടും മെട്രോ സ്റ്റേഷൻ ഉള്ളതുകൊണ്ടും യാത്രക്ക് ഉയർന്ന സൗകര്യവുമുണ്ട്. മല്ലേശ്വരം മെട്രോ സ്റ്റേഷനെ മന്ത്രി സ്ക്വയർ എന്നറിയപ്പെടുന്നു. കാരണം ഇവിടെ മന്ത്രി സ്ക്വയർ എന്ന പേരിൽ ഒരു വലിയ സൂപ്പർ മാർക്കറ്റുണ്ട്. സ്വന്തമായി റെയിൽവേ സ്റ്റേഷനുള്ള ഇന്ത്യയിലെ അപൂർവം സൂപ്പർ മാർക്കറ്റുകളിൽ ഒന്നാണ് മന്ത്രി സ്ക്വയർ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് 2 കോറിഡോറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1,00,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വലിയൊരു ഫുഡ് കോർട്ടാണ് ഈ സൂപ്പർ മാർക്കറ്റിൽ ഉള്ളത്. അതുകൊണ്ട് കൂടുതൽ ആളുകളും ഇവിടെ വരുന്നത് ഭക്ഷണം കഴിക്കാനാണ്. കുട്ടികളെ കൂട്ടി വരുന്നവർക്ക് ഇവിടെ ടോയ് ട്രെയിൻ സൗകര്യവുമുണ്ട്. മറ്റു മാളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെയുള്ള എലവേറ്ററുകൾ ചെറിയതായതുകൊണ്ട് കുറെ കൂടി സൗകര്യപ്രദമായി മുകളിലോട്ടും താഴോട്ടും പോകുവാൻ സാധിക്കുന്നു. ഗെയിമിംഗ് സ്റ്റേഷനുകളും സിനിമാ തിയേറ്ററുകളും ഇവിടെയുണ്ട്. കേരളത്തിൻ്റെ KSRTC ബസ്സിൽ ബാംഗ്ലൂരിലേക്ക് വന്നാൽ മൈസൂർ റോഡ് ബസ് സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കുന്നു. കർണാടകയുടെ മിക്കവാറും ബസ്സുകളും ഇവിടെ തന്നെ യാത്ര അവസാനിപ്പിക്കുന്നു. എന്നാൽ എയർ കണ്ടീഷൻ വോൾവോ ബസ്സുകൾ മെജസ്റ്റിക് വരെ പോകാറുണ്ട്. മൈസൂർ റോഡ് ബസ് സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മെട്രോയിൽ നിങ്ങൾക്ക് നഗരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം. 1 മണിക്കൂർ റോഡ് വഴിയും അരമണിക്കൂർ മെട്രോ വഴിയും യാത്ര ചെയ്താൽ നഗരത്തിൻ്റെ മധ്യത്തിൽ എത്തിച്ചേരാൻ പറ്റും. മൈസൂർ റോഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് മൈസൂരിലേക്ക് 1 മണിക്കൂർ യാത്ര ചെയ്താൽ ഇപ്പോൾ എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. 6 വരികളുള്ള ഒരു പുതിയ എക്സ്പ്രസ് വേ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ടുകാലത്ത് 3 മണിക്കൂർ എടുത്തിരുന്ന ഈ ദൂരം ഇപ്പോൾ 1 മണിക്കൂറായി ചുരുങ്ങാൻ കാരണം വഴിയിലുള്ള വലിയ നഗരങ്ങളിൽ കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ്. രാമനഗരയായാലും മണ്ഡിയായാലും മദ്ദൂരായാലും ഈ വഴി പോകുന്ന ബസ്സുകൾ കണക്ട് ചെയ്യുന്നില്ല. മൈസൂരിലെ ഏറ്റവും മികച്ച കോഫി ഷോപ്പ് നാഗസന്ദ്രയിലാണ്. നാഗസന്ദ്ര മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് ഈ കോഫി ഷോപ്പിലേക്ക് ഒരു കോറിഡോർ ഉണ്ടാക്കിയിട്ടുണ്ട്. യൂറോപ്പിലെ സ്വീഡൻ എന്ന രാജ്യമാണ് ഈ കോഫി ഷോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഐക്കിയ എന്നാണ് ഈ കോഫി ഷോപ്പിനെ ഇന്ത്യക്കാർ വിളിക്കുന്നത്. സ്വീഡനിലെ ഉച്ചാരണം ഇക്കിയ എന്നാണ്. 200 രൂപ കൊടുത്താൽ മികച്ച കോഫിയും ചിക്കൻ ബോൾസും ഇവിടെ ലഭിക്കും. പലതരത്തിലുള്ള ബ്രെഡുകളും സ്വീഡിഷ് സ്റ്റൈലിൽ ഇവിടെ നൽകുന്നുണ്ട്. മികച്ച ഫർണിഷിങ്ങും സോഫകളുമുള്ള ഒരു കോഫി ഷോപ്പായി ഐക്കിയ കോഫി ഷോപ്പ് അറിയപ്പെടുന്നു. ഇവിടെ ഫർണിച്ചറുകളും വീട്ടുപകരണങ്ങളും വമ്പിച്ച വെറൈറ്റിയിലും ഡിസൈനിലും ലഭിക്കുന്നുണ്ട്. 2 നിലയിലുള്ള വളരെ വലിയ ഒരു സൂപ്പർ മാർക്കറ്റാണ് ഐക്കിയ സൂപ്പർ മാർക്കറ്റ്. അതിൻ്റെ 1ാം നിലയിലാണ് സ്വീഡിഷ് കോഫി ഷോപ്പ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ചെറിയ കോഫി ഷോപ്പ് വേറെയുമുണ്ട്. ബാംഗ്ലൂരിൽ വരുന്ന സന്ദർശകർ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് സ്വീഡൻകാർ ഉണ്ടാക്കിയ ഐക്കിയ സൂപ്പർ മാർക്കറ്റ്.
2 മണിക്കൂർ കറങ്ങി നടക്കാൻ മാത്രം വലിപ്പമുള്ള ഏരിയയാണ് ഈ സൂപ്പർ മാർക്കറ്റിനുള്ളത്. ബാംഗ്ലൂരിൽ സ്ഥിരമായി താമസിക്കാൻ ഉദ്ദേശിക്കുന്നവർ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും മികച്ച അപ്പാർട്ട്മെൻറ്റുകൾ ലഭ്യമാണ്. നാഗസന്ദ്ര മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ബാംഗ്ലൂരിലെ ഏറ്റവും മികച്ച ഫ്ലാറ്റ് സമുച്ചയം സ്ഥാപിച്ചിരിക്കുന്നു. ഇർഫാൻ റസാഖ് എന്ന റിയൽ എസ്റ്റേറ്റ് വ്യാപാരി ഇവിടെ 3500 ഫ്ലാറ്റുകൾ ഒറ്റ കോമ്പൗണ്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 32 ഏക്കർ പരന്നു കിടക്കുന്ന ഈ പ്രോപ്പർട്ടി 30 ഫ്ലോറുകളുള്ള 15 ടവറുകളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 1 കോടി രൂപ മുതൽ മേലോട്ട് ഇവിടെ ഫ്ലാറ്റുകൾ ലഭ്യമാണ്. 1 ബെഡ്റൂം ഫ്ലാറ്റിന് 400 സ്ക്വയർ ഫീറ്റും 2 ബെഡ്റൂം ഫ്ലാറ്റിന് 600 സ്ക്വയർ ഫീറ്റും വലിപ്പമുണ്ട്. 3 ബെഡ്റൂം ഫ്ലാറ്റുകൾക്ക് 1000 സ്ക്വയർ ഫീറ്റും 4 ബെഡ്റൂം ഫ്ലാറ്റുകൾക്ക് 1500 സ്ക്വയർ ഫീറ്റും വലിപ്പമുണ്ട്. ബാംഗ്ലൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ മെട്രോ വഴി എത്തിച്ചേരുവാൻ എളുപ്പത്തിൽ എങ്ങനെ സാധിക്കുമെന്നറിയുവാൻ നമ്മ മെട്രോ എന്ന ആപ്ലിക്കേഷൻ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്താൽ മതി. ഒരു മെട്രോ കാർഡ് എടുക്കുകയാണെങ്കിൽ എത്ര വർഷമാണെങ്കിലും അത് ഉപയോഗിക്കാവുന്നതാണ്. ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കാതെ നേരിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് പോകുവാൻ മെട്രോ കാർഡ് ഉള്ളവർക്ക് സാധിക്കും. ടിക്കറ്റ് എടുക്കുന്നവർ കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചാർജ് മാത്രമേ കാർഡ് എടുത്ത ആളുകൾക്ക് ചാർജ് ചെയ്യുന്നുള്ളൂ. ഒരു കാർഡിന് 50 രൂപയാണ് വില ഈടാക്കുന്നത്. കാർഡിൽ വേണ്ടത്ര ക്യാഷ് ടോപ്പപ്പ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് വഴിയും ഓൺലൈനായും ടോപ്പപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എങ്കിലും കാർഡിന് ഇൻ്റർനെറ്റ് ബന്ധം ഇല്ലാത്തതുകൊണ്ട് മെട്രോ സ്റ്റേഷനിൽ എത്തുമ്പോൾ കാർഡ് അവിടെയുള്ള ഒരു പെട്ടിയിൽ ഇട്ട് കുലുക്കുകയും നാം ഓൺലൈനായി അടച്ച ക്യാഷ് അപ്ഡേറ്റ് ചെയ്യുകയും വേണം. ഇത്തരത്തിൽ മെട്രോയും റെയിൽവേയും ബസ് സൗകര്യങ്ങളും വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ബാംഗ്ലൂരിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്.